രാവിലെ തന്നെ നിർമ്മല തനിച്ചങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോയി. ലാബ് റിപ്പോർട്ട് ആയിട്ടുണ്ടെന്നും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെന്നും അവിടെ തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് പറഞ്ഞോ മാഡം? മാഡം എന്താ ഒന്നും മിണ്ടാത്തത്? സത്യത്തിൽ അത് പറയാൻ പോലും എനിക്ക് മടിയുണ്ട്. അത് പിന്നെ നിധി, നിർമ്മലയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. എന്താ മാഡം ഇത്? അവർക്കിനി റിപ്പോർട്ട് എന്തെങ്കിലും മാറിപ്പോയതായിരിക്കോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറച്ചു നാളത്തെ പരിചയമുള്ളെങ്കിലും നിർമ്മലയ്ക്ക് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞപ്പോ ഞാനങ്ങ് തളർന്നു പോയി നിധി. അതുകൊണ്ടാ ഞാൻ നിധിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. മോണി കൂടെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. ഡോക്ടർ നേരിട്ടാ എനിക്ക് ഇൻഫോം ചെയ്തത്. ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളത് കൺഫേം ആണ്. കരയല്ല ടീച്ചറെ. നിധി വേഗം ആശുപത്രിയിലേക്ക് ചെല്ല്. ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് അവര്. ഇതിപ്പോ അടുത്തൊരു ദുരന്തം കൂടി ആയില്ലേ ഈശ്വര. ആ അമ്മ ഇതെങ്ങനെ താങ്ങും? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ നിധി? കരയാതിരിക്കും ടീച്ചറെ. ആശുപത്രിയിൽ ചെന്നാലും രോഗവിവരമൊന്നും നിർമ്മലയെ അറിയിക്കാതെ നോക്കണം. നിർമ്മലയോട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. മാഡം, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. നിർമ്മലാൻറ്റി ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. ചെല്ല്. ഇന്ദിരാമ്മേ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഒന്നങ്ങോട്ട് വന്നേക്കണം. ശരി ടീച്ചറെ. വക്കീൽ ഇപ്പൊ പറഞ്ഞ കാര്യം നിധി ഇന്നലെ പറഞ്ഞതാ. കോടതി കയറി ശിവാനി മാറ്റി പറഞ്ഞാൽ മ്യൂച്വൽ ഡിവോഴ്സിനുള്ള സാധ്യത അടയും. ജോയിന്റ് പെറ്റീഷൻ കൊടുക്കാനും പറ്റില്ല. എങ്ങനെയെങ്കിലും ശിവാനി ഒന്ന് സമ്മതിപ്പിച്ചെടുക്കണം. ഇനിയിപ്പോ പണം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിനും മടിക്കണ്ട. നീ എന്തു പറയുന്നു? ഞാൻ പറയണമല്ല, നീ കേട്ടാ? ഇങ്ങോട്ട് നോക്കി നീ. ഞാൻ പറഞ്ഞു, നീ കേട്ടാ? എന്തെന്ന് പറഞ്ഞേ? വേറൊന്നുമല്ല, ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞതാ. അല്ലെങ്കിലേ വണ്ടി എവിടെയെങ്കിലും ചെന്ന് കേറും. ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. തൽക്കാലം നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കും. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഡോക്ടർ, ഞാൻ നിധി, നിർമ്മല എന്ന പേഷ്യന്റിന്റെ
അറിയാം, ഇരിക്കൂ. ഡോക്ടർ, ഞാൻ അറിഞ്ഞത് സത്യമാണോ? അന്നെടുത്ത ബ്ലഡ് സാമ്പിളിന്റെ ലാബ് റിപ്പോർട്ട് ഇന്നാണ് വന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ ബ്ലഡ് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കത് ചികിത്സിക്കാൻ പറ്റില്ല ഡോക്ടർ. പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം. ഇവിടെയുള്ള ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോവാം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. സോറി നിധി, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയി. ഇനി ഒരു ചികിത്സയ്ക്കും നിർമ്മലയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ബ്ലഡ് ക്യാൻസറിന്റെ സിംറ്റംസ് നിർമ്മലയിൽ നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെ വേണ്ട രീതിയിൽ ഗൗനിച്ചിട്ടുണ്ടാവില്ല. ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്താൻ കാരണവും അതായിരിക്കാം. ഈ നിർമ്മലയ്ക്ക് ഭർത്താവും കുട്ടികളും ഒന്നുമില്ലേ? നേരത്തെ തന്നെ സിംറ്റംസ് ഒക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നല്ലോ. എന്താ നിധി, ഉത്തരവാദിത്തപ്പെട്ട ആരും അവർക്കില്ലേ? നിർമ്മലാന്റിക്ക് ഒരു മകനുണ്ട്, മരുമകളും ഉണ്ട്. പക്ഷെ എന്റെ കൂടെ നിർത്താൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയായി പോയി ഡോക്ടർ. അതിപ്പോ എങ്ങനെ ഡോക്ടറോട് പറയൂന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല നിധി. ഇപ്പോഴത്തെ ഈ സ്റ്റേജിനെ കൗണ്ട് ഡൗൺ എന്നേ പറയാൻ പറ്റൂ. നിർമ്മലയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇനി നിർമ്മലയ്ക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം കൊടുക്കുന്ന ബോണസ് ആണെന്ന് കരുതിയാൽ മതി. നിർമ്മലാന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിർമ്മല കോൺഷ്യസ് ആണ്. പുറത്തിറങ്ങി സിസ്റ്ററിനോട് പറഞ്ഞോളൂ. റൂം കാണിച്ചു തരും. പോയി കാണൂ. ഡോക്ടറെല്ലാം പറഞ്ഞു അല്ലേ? മോൾക്കിതൊരു പുതിയ അറിവായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്തൊരു വിധിയാണ് ആന്റിക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നു?